ഹായ് എവ്രി വൺ, ക്വാണ്ടം മെക്കാനിക്സിലെ പോസ്റ്റ്ലേറ്റ്സിനെ പറ്റിയാണ് ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോർമലൈസേഷൻ എന്താണ്, ഐഗൺ ഫംഗ്ഷൻ, ഐഗൺ വാല്യൂസ്, ഇതൊക്കെ നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പറയുന്നതിന് മുൻപായിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ദാ യു ഹാവ് എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഓക്കെ, നമ്മൾ എന്താണ് എക്സ് വൈ സെഡ് എന്നൊക്കെ പറയുന്നു അല്ലേ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമ്മൾ പറയും അല്ലേ? ഇവിടെ എനിക്കൊരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഐ ഹാവ് എ പാർട്ടിക്കിൾ. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരാം. ക്ലാസിക്കൽ മെക്കാനിക്സ്, എനിക്കൊരു പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഈ പാർട്ടിക്കിൾ ഉള്ളത് ഓഫ് കോഴ്സ് എന്തായിരിക്കും? 3 ഡയമെൻഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവരുടെ പൊസിഷൻ പറയാൻ പറ്റുമല്ലോ. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ പൊസിഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ എനിക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? എനിക്ക് മൊമെൻറ്റവും എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം അല്ലേ, അറ്റ് എ പെർട്ടിക്കുലർ ടൈം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർട്ടിക്കുലർ ടൈം ഐ ക്യാൻ ഡിറ്റർമൈൻ വോട്ട്? പൊസിഷൻ ആൻഡ് വോട്ട്? മൊമെൻറ്റം. ഓക്കെ, ഇനി ഈ കാര്യം വെച്ചുകൊണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഫ്യൂച്ചറിൽ ഇവർക്കുള്ള പൊസിഷനും മൊമെൻറ്റവും ഒക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത് വെച്ചിട്ട്? ക്ലാസിക്കൽ മെക്കാനിസം. ഇനി ഇതേ കാര്യം നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ക്രൈബ് ചെയ്യണം അല്ലേ? ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, പൊസിഷനും മൊമെൻറ്റും ഒക്കെ ക്വാണ്ടം മെക്കാനിക്സിൽ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ആദ്യത്തെ പോസ്റ്റ്ലേറ്റ്. നമ്മുടെ ദ സ്റ്റേറ്റ് ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം. ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ് ആണ് അല്ലേ? പൊസിഷൻ, മൊമെൻറ്റം എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്ലാസിക്കൽ മെക്കാനിക്സിലെ സ്റ്റേറ്റ് ആണ് ദ പൊസിഷൻ, മൊമെൻറ്റം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ആരാണ് ഡിഫൈൻ ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ ദി വേവ് ഫംഗ്ഷൻ സൈ എന്ന് നമ്മൾ പറയും. ഓക്കെ, അതായത് ഈ പൊസിഷനും മൊമെൻറ്റും ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നത് ആരാണ്? ഒരു വേവ് ഫംഗ്ഷൻ സൈ ആണ്. സൈനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സൈ ആർ ടി എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യും. വേർ ആർ റെപ്രസെൻറ്റ്സ് പൊസിഷൻ കോർഡിനേറ്റ്. പൊസിഷൻ കോർഡിനേറ്റ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ടി എന്ന് പറഞ്ഞാൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. അറ്റ് എ പെർട്ടിക്കുലർ ടൈം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്? ഇറ്റ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ്, ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ ദ വേവ് ഫംഗ്ഷൻ സൈ ആർ ടി. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ സിസ്റ്റത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്? ആര് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്? ഇറ്റ് സ്പെസിഫൈസ് everything we need to know about the system. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടടാ. നമ്മൾ പറഞ്ഞു ഇറ്റ് സ്പെസിഫൈസ് എവറിത്തിങ് വി നീഡ് ടു നോ അബൌട്ട് ദി സിസ്റ്റം. അത് ആര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്? സൈ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? സോ നിങ്ങളോട് ചോദിക്കുകയാണ്, ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഇസ് ദി physical meaning of psi? Physical meaning of the wave function psi. Okay, unfortunately the answer is there is no physical meaning. Okay, അതായത് നിങ്ങൾ മനസ്സിലാക്കണം, we need to know everything that is defined by what? Psi. But നമ്മളോട് ഫിസിക്കൽ മീനിങ് ചോദിക്കുകയാണെങ്കിൽ unfortunately the answer is what? There is no physical meaning. There is no physical meaning correlated to psi. നമ്മുടെ വേവ് ഫംഗ്ഷൻ correlated to the wave function psi. ഓക്കെ, പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ സൈയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വേറൊരാളുണ്ട്. അവർക്ക് എന്തുണ്ട്? ഒരു ഫിസിക്കൽ മീനിങ് ഉണ്ട്. ഓക്കെ, അതാരാണ് പറയുന്നത്? ബോൺ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഓക്കെ, എന്താ പറയുന്നത് ബോൺ ഇൻ്റർപ്രിട്ടേഷൻ? നമ്മൾ പറയുന്നത് നമ്മുടെ സൈയും അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താണ്? സൈ സ്റ്റാർ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും, സൈ സ്റ്റാർ സൈ. ഓക്കെ, ദിസ് ഇസ് ദി കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദി വേവ് ഫംഗ്ഷൻ. കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ.
ഓക്കെ, ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യെസ് പ്രോബബിലിറ്റി ഡെൻസിറ്റിനെയാണ്. എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി? ഓൾറൈറ്റ്, എന്നിട്ട് ഞാൻ ഒരു ടേമും കൂടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, വിച്ച് ഇസ് ഡി ടൗ. നോക്കിക്കോളൂ, എന്താണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്, അതേപോലെ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ഞാൻ ഡി ടൗ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, വിച്ച് ഇസ് നമ്മുടെ ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. അതായത് വളരെ ചെറിയൊരു സ്മോൾ വോളിയത്തിലെയാണ് ഡി ടൗ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്മോൾ വോളിയം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഈ ടേം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡി ടൗ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്പേസിൽ നമ്മുടെ സിസ്റ്റത്തിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് പറയുന്നത്? നോക്കിയേ, ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ദി സിസ്റ്റം at a very small space. ഓക്കെ, ഇതിനെയാണ് ഈ ഒരു ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി നോക്കി കാണാൻ പോവുകയാണ്. അതായത് ഇഫ് ഐ എം ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം -∞ to ∞, ഓക്കെ, മൈ psi star RT psi RT d tau. ഇങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? നോക്കി, ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ്, അല്ലേ? യെസ്. അപ്പോൾ ദ ടോട്ടൽ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദി സിസ്റ്റം in the entire universe. ഓക്കെ, യെസ്. ഇതാണ് നമ്മളുടെ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇവിടെ എഴുതാം, വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ വോട്ട് -∞ to ∞, നമ്മുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് psi star RT psi RT യെസ് ഡി ടൗ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? യെസ്, ദ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ആണ്, അല്ലേ? യെസ്, സോറി ഫോർ ദിസ്, ഇവിടെ തന്നെ എഴുതാം, ദ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ സിസ്റ്റം ഇൻ ദി എൻറ്റയർ യൂണിവേഴ്സ്. അപ്പോൾ ഇത് പ്രോബബിലിറ്റി ആണ് പറയുന്നത്, അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് യൂണിവേഴ്സിലും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നുകിൽ ഇവരെന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യത്തില്ല? എക്സിസ്റ്റ് ചെയ്യത്തില്ല. വിച്ച് മീൻസ്, അതായത് കംപ്ലീറ്റ് യൂണിവേഴ്സിലും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിച്ച് മീൻസ് the system either exist or doesn't. ഓക്കെ, ഇനി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ വാല്യൂ എന്തായിരിക്കും? ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പറയും. ഓക്കെ, -∞ to ∞ psi star RT psi RT d tau is equal to 1. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. നോർമലൈസേഷൻ. ഓൾറൈറ്റ്, അപ്പോൾ നോർമലൈസേഷൻ എന്താണ് പറയുന്നത്? അതായത് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ്, അതായത് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ, നോക്കണേ, സെയിം കാര്യമാണ് ഞാൻ എഴുതുന്നത്. ഫൈൻഡിങ് എ പാർട്ടിക്കിൾ is in the entire universe is what? Universe is 1. ഇതാണ് നമ്മുടെ നോർമലൈസേഷൻ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ psi star, ഇതാണ് നമ്മുടെ നോർമലൈസേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു വേവ് ഫംഗ്ഷൻ തന്നിരിക്കുന്നു, അതും അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് സ്പേസ്. അങ്ങനെയാണെങ്കിൽ 1 കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ആ വേവ് ഫംഗ്ഷൻ എന്താണ്? നോർമലൈസ്ഡ് ആണ്. പക്ഷേ നോക്കിക്കോളെ, എല്ലാ വേവ് ഫംഗ്ഷനും ആക്ച്വലി നോർമലൈസ്ഡ് ആണോ? നോട്ട് എക്സാക്ട്ലി. ഓക്കെ, ബട്ട് all wave functions are what? All wave functions at a particular time may not be necessarily normalized. ഓക്കെ, എല്ലാം എന്ത് ചെയ്യത്തില്ല? നോർമലൈസ്ഡ് ആയിക്കൊള്ളണം എന്നില്ല.
ഓക്കെ, അപ്പോൾ നമുക്കിത് നോർമലൈസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി നോർമലൈസ് ചെയ്യുക? അപ്പോൾ നമുക്ക് ചെറിയൊരു ട്രീക്സ് നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ടു നോർമലൈസ് ദി വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ടു നോർമലൈസ് ദി വേവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ആ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അടുത്ത സെഷനിലൊക്കെ കാണാൻ പോകുന്നതാണ്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ നമ്മളൊരു വേവ് ഫംഗ്ഷൻ തരുന്നുണ്ട്, വിച്ച് ഇസ് ലെറ്റ്സ് സേ ഒരു വേവ് ഫംഗ്ഷൻ, ലെറ്റ്സ് സേ സൈ എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷൻ. ഓക്കെ, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് സൈൻ പൈ എക്സ് ബൈ എൽ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ സ്പേസ് എന്ന് പറയുന്നത് 0 to L എന്ന് പറയുന്ന സ്പേസിലാണ്. ഓക്കെ, നോട്ട് ദി എൻറ്റയർ യൂണിവേഴ്സ്, ബട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, 0 to L എന്ന് പറയുന്ന സ്പേസിലായിരിക്കും ഇവരെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവരെ എങ്ങനെ നോർമലൈസ് ചെയ്യണം എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അപ്പോൾ ഇതെനിക്ക് അറിയത്തില്ല അല്ലേ, ഈ വേവ് ഫംഗ്ഷൻ എന്താണ്? ഐ ഡോണ്ട് നോ. ഓക്കെ, whether this function is actually normalized or not, whether the function is normalized or not, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലെറ്റ് ദാറ്റ് കോൺസ്റ്റന്റ് ബി എൻ, ഓർ ഏത് കോൺസ്റ്റന്റ് ആണ് ചുമ്മാ എഴുതുന്നതാണ് കേട്ടോ. യെസ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സൈ ഇസ് ഈക്വൽ ടു എൻ സൈൻ പൈ എക്സ് ബൈ എൽ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നു. ആൻഡ് യു ഷുഡ് നോ ദാറ്റ് ദിസ് ഇസ് എ റിയൽ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? നോർമലൈസ് ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? എനിക്ക് അറിയത്തില്ല അല്ലേ ഈ വേവ് ഫംഗ്ഷൻ എന്താണ്, നോർമലൈസ്ഡ് ആണോ എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? യെസ്, ഐ ആം ജസ്റ്റ് മൾട്ടിപ്ലൈയിങ് ദ സെയിം തിങ്, സൈ സ്റ്റാർ സൈ ഡി ടൗ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ. യെസ്, അപ്പോൾ എന്ത് ചെയ്യുന്നു? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ആക്ച്വലി നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എടുക്കണോ? വേണ്ട അല്ലേ. ഞാൻ എന്തെടുത്താൽ മതി? 0 to L എടുത്താൽ മതി, കാരണം ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ അതിൻ്റെ ലിമിറ്റ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 0 to L കൊടുക്കുന്നു. ആൻഡ് ഐ എം ടേക്കിംഗ് എൻ സ്ക്വയർ ഔട്ട് സൈഡ്, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ എഴുതിക്കോളൂ എൻ സ്ക്വയർ. ആൻഡ് വാട്ട്? സൈൻ സ്ക്വയർ, ബാക്കി എന്തായിരിക്കും? സൈൻ സ്ക്വയർ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആയിരിക്കും അല്ലേ. യെസ്, എക്സിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഡി എക്സ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തോളൂ. എങ്ങനെ കിട്ടും? യെസ്, എൻ സ്ക്വയർ 0 to L സൈൻ സ്ക്വയർ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്നുള്ള രീതിയിൽ വരും. ആൻഡ് എനിക്ക് ഈ എന്നിൻ്റെ വാല്യൂ അറിയൂ? ഇല്ല, ഐ ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് എൻ, റൈറ്റ്? നമുക്കിത് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയോ? കോസ് 2x എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ഒരു കാര്യമുണ്ട് അല്ലേ. സോറി, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, സൈൻ സ്ക്വയർ എക്സിനെ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 മൈനസ് കോസ് 2x ബൈ 2 എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് പേജിൽ എഴുതിയാൽ പോരെ. യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പുറത്തുണ്ട്. യെസ്, 0 to L എന്തായിരിക്കും? സോറി ഫോർ ദിസ്, എന്തായിരിക്കും? 1 മൈനസ് കോസ് 2x ബൈ 2, 1 മൈനസ് കോസ് 2x ബൈ 2 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ സ്ക്വയർ 0 to L 1/2 കൊടുക്കുന്നു, മൈനസ് 0 to L കോസ് 2x ബൈ 2 എന്ന് കൊടുക്കുന്നു. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വാല്യൂ എന്താവും? 0 ആവും. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കോളെ, അപ്പോൾ എന്ത് വരും ഇവിടെ? ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ, ഇവിടെ എന്ത് വരും? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി അല്ലേ. യെസ്, 1/2 എടുക്കുക, L മൈനസ് 0. ഓക്കെ, സോ വിച്ച് ഇസ് ബേസിക്കലി എന്താണ്? L/2 തന്നെയാണ് അല്ലേ. എൻ സ്ക്വയർ ഇൻറ്റു L/2. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എൻറ്റയർ റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു അല്ലേ. നമ്മളിതല്ലേ ചെയ്തിരിക്കുന്നത്. നമ്മൾ എൻറ്റയർ റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആക്ച്വലി എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണ്ടേ. യെസ്, ഇതാണ് നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ അല്ലേ. യെസ്, അപ്പോൾ എൻ സ്ക്വയർ L/2 ഇസ് ഈക്വൽ ടു വോട്ട്? 1. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മക്കളെ, എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. യെസ്, അങ്ങനെയാണെങ്കിൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ. വാല്യൂ ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു L/2, സോറി 2/L അല്ലേ. ഇങ്ങോട്ട് വരുമ്പോൾ ദിസ് വിൽ ബി 2/L.
ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ? യെസ്, എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √2/L എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ആക്ച്വലി സൈൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് എന്തല്ല, ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ അല്ല, പക്ഷേ എന്താണ്? യെസ്, നമ്മുടെ സൈ ഇസ് ഈക്വൽ ടു √2/L സൈൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കും. മേ ബി നിങ്ങളോട് ചോദിക്കാം, ഇങ്ങനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓൾറൈറ്റ്, ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഒന്നുകൂടെ നമുക്ക് നോക്കി നോക്കാം. ലെറ്റ് സേ സൈ ഇസ് ഈക്വൽ ടു, ഇതിനെയാണ് നമുക്ക് നോർമലൈസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ 2, we have to normalize this function. Psi is equal to e raised to I phi എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഞാൻ സ്പേസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യെസ് 0, 5 ഇൻ ബിറ്റ്വീൻ 0 to 2π ആണ്. വി ഡോണ്ട് ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ബിറ്റ്വീൻ ഓൾ ഓവർ ദി സ്പേസ് -∞ to ∞. നമുക്ക് എവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി? 0 to 2πയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നോർമലൈസ് ചെയ്തോളൂ. എങ്ങനെയായിരിക്കും? നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതായിരുന്നു? n. അങ്ങനെയാണെങ്കിൽ യെസ് ഇറ്റ് വിൽ ബി -∞ to ∞. യെസ്, n സ്ക്വയർ e raised to I phi. ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? e raised to -I phi. യെസ്, d phi എന്നുള്ള രീതിയിൽ വരും. ഓൾറൈറ്റ്, യെസ്. അപ്പോൾ നമുക്ക് -∞ to ∞ വേണോ? വേണ്ട, നമുക്ക് ഇവിടെ മതി 0 to 2π മതി. 0 to 2π ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നോർമലൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് നമുക്ക് കിട്ടും, പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ n സ്ക്വയർ ഈ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുന്നു. യെസ്, 0 to 2π e raised to I phi e raised to -I phi d phi എന്ന് എഴുതുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഐ നോ ദിസ് വാല്യൂ ഇസ് വോട്ട് 1 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, e raised to x into e raised to -x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവരുടെ വാല്യൂ 1 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ നിങ്ങൾ ഇൻറ്റഗ്രൽ യെസ് 0 to 2π 1 d phi എന്ന് വരും അല്ലേ, ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും? n സ്ക്വയർ ഉണ്ടാവും. സോ വിൽ ബി ഗെറ്റിംഗ് വോട്ട് n സ്ക്വയർ ഇൻറ്റു 2π ഇസ് ഈക്വൽ ടു വാട്ട്? 1. ഓക്കെ, സോ n സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട്? 1/2π. ഓർ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ? √1/2π എന്ന് വരും. അപ്പോൾ നമ്മുടെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? യെസ്, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യെസ് psi ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/√2π. യെസ്, ഇതായിരിക്കും നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ e raised to I phi എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ആദ്യത്തെ പോസ്റ്റുലേറ്റ്. ഓക്കെ, നൗ ദ സെക്കൻഡ് വൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എവറി ക്ലാസിക്കൽ ഒബ്സർവബിൾ ദർ എക്സിസ്റ്റ് ആൻ ഓപ്പറേറ്റർ ഇൻ വോട്ട്? ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എന്തുണ്ടോ അത് എന്തുണ്ടാവും? ഒരു ഓപ്പറേറ്റർ ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിലും ഉണ്ടാവും. അപ്പോൾ ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ എന്തുണ്ടാവും? നമ്മുടെ പൊസിഷൻ ഉണ്ടാവും അല്ലേ? യെസ്, ക്ലാസിക്കൽ മെക്കാനിക്സിൽ യെസ് നമ്മുടെ പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? XYZ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തുണ്ടാകും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ടാകും. ആ ഓപ്പറേറ്ററിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ടാകും. ആ ഓപ്പറേറ്റർ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ദാ എക്സ് ഹാറ്റ് നമ്മൾ പറയും, ഹാറ്റ് എന്നൊക്കെയാണ് പറയുക കേട്ടോ. ഹാറ്റ് അല്ലെങ്കിൽ ക്യാപ്പ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. എക്സ് ഹാറ്റ്. ഓക്കെ, അതേപോലെ വൈ ഹാറ്റ്. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ. ഓക്കെ, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത പോസ്റ്റുലേറ്റിൽ പറയാം. ഐഗൺ വാല്യൂസും ഐഗൺ ഫംഗ്ഷൻസ് ഒക്കെ പറയുമ്പോൾ ഞാൻ പറയാം. ജസ്റ്റ് എന്താണ് ഓപ്പറേറ്റർ എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ഇതേപോലെ മൊമെൻ്റ് ഉണ്ടാവും അല്ലേ? ക്ലാസിക്കൽ മെക്കാനിക്സിൽ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ എന്ത് പറയും നമ്മൾ? PX ഹാറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: -I(H×del(x). എന്താണ് ഈ H ക്രോസ്? ശ്രദ്ധിക്കണം മക്കളെ, H ക്രോസ് എന്ന് പറഞ്ഞാൽ H ക്രോസ് ഇസ് ഈക്വൽ ടു H/2π ആണ്. ഇതെന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അല്ലേ? ദിസ് ഇസ് ആക്ച്വലി പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, ദിസ് ഇസ് ദി പൊസിഷൻ. ഓക്കെ, ദിസ് ഇസ് ദി പൊസിഷൻ ഓപ്പറേറ്റർ. ഇതെന്തായിരിക്കും? മൊമെൻറ്റം ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, PX ഹാറ്റ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി PY ഹാറ്റ് എങ്ങനെയായിരിക്കും പറഞ്ഞു? യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? -I(H×del(y). ആൻഡ് വാട്ട് ഇസ് PZ ഗ്യാപ്പ്? ഓക്കെ, -I(H×del(z).
ഇനി വേറൊരാളെ പറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സിലെ കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ടി ക്യാപ്പ് കൊണ്ട്. ഓക്കെ, ഇത് മൂന്നാമത്തത്. ഓക്കെ, ഒന്നാമത്തത് പൊസിഷൻ, രണ്ടാമത്തെ മൊമെൻറ്റം പറഞ്ഞു, മൂന്നാമത്തത് കൈനറ്റിക് എനർജി. ടി ക്യാപ്പ് കൊണ്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ചില പുസ്തകത്തിലൊക്കെ കെ ക്യാപ്പ് എന്നും കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? p²/2m എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതേ രീതിയിൽ ഇവിടെ ഒന്ന് എഴുതി നോക്കിയേ, എങ്ങനെ എഴുതാൻ പറ്റും? px²/2m പ്ലസ് py²/2m പ്ലസ് pz²/2m എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നോക്കണേ, ഈ കാര്യങ്ങളെ നിങ്ങളെ അപ്പോൺ സോൾവിങ് യു ഗെറ്റ് എ വാല്യൂ solving. Okay, you will get something like this, which is very famous as well. Minus h²/2m. Okay, del square by del x square plus del square by del y square plus എന്തായിരിക്കും del square by del z square. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? -h² by എന്തെഴുതാം? 8π²m എന്നും കൂടെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, 8π²m ഇങ്ങനെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, രണ്ടും നിങ്ങൾക്ക് എഴുതാം. ഞാൻ h ക്രോസിന് എന്ത് ചെയ്യുന്നു? h/2π എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ്. ഓക്കെ, ദിസ് ഇസ് ദി കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ. ഓക്കെ, ദിസ് ഇസ് ദി കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ. ആൻഡ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ കണ്ടുപിടിച്ചു അല്ലേ? ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ, ഇതാ വി ഹാറ്റ് ആണെങ്കിൽ = Vx/Y/Z എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ആൻഡ് നമുക്കിനി ടോട്ടൽ എനർജി ഓപ്പറേറ്ററെ കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി ഓപ്പറേറ്റർ. ഓക്കെ, ഇതിനെയാണ് മക്കളെ നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ H hat എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? ദിസ് ഇസ് വാട്ട് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. യെസ്. ഓക്കെ, അതെന്തായിരിക്കും? ടി ക്യാപ്പ് ടി ഹാറ്റ് പ്ലസ് എന്തായിരിക്കും? വി ഹാറ്റ്. അപ്പോൾ ഹാമിൽട്ടോൺ ഓപ്പറേറ്റർ എങ്ങനെ എഴുതാൻ പറ്റും? ടി ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -h²/2m. യെസ്, വാട്ട് ഇസ് ഇറ്റ്? del square by del x square പ്ലസ് എന്തായിരിക്കും? del square by del y square പ്ലസ് del square by del z square. ഓക്കെ, പ്ലസ് എന്തായിരിക്കും ഇവിടെ? വി എന്നുള്ള രീതിയായിരിക്കും അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ വളരെ ഫേമസ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് h∅ = E∅ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ദിസ് ഈസ് ദി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയും കാര്യത്തിലേക്ക് ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കുക? ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ ഈ എച്ചിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇസ് -h²/2m ഇസ് del square by del x square പ്ലസ് എന്തെഴുതുക? ഇസ് del y square പ്ലസ് del z square. ഓക്കെ, യെസ്, പ്ലസ് വി ഇസ് ഷൈ = what? E∅ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് അടുത്ത പോസ്റ്റ്ലേറ്റ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് ഐഗൻ വാല്യൂസ് എന്താണ്, ഐഗൻ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ സെഷൻ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത സെഷനിൽ നമുക്ക് അടുത്ത പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ നോക്കി കാണാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് എഴുതിയെടുക്കുക നോട്ട്, അതിനുശേഷം മാത്രം അടുത്ത പോസ്റ്റ്ലേറ്റ് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, താങ്ക് യു.